Hello friends, welcome back to Ayshas classroom. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അതായത് ഈ വർഷം മുതൽ LKG സ്കൂളിൽ പോയി തുടങ്ങേണ്ടതായ നമ്മുടെ കൊച്ചു കുട്ടികൾ അവർക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വീട്ടിലിരുത്തിയിട്ടോ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രിപ്പയർ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. എൻ്റെ മോന് 4 വയസ്സാണ്. അവന് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇവിടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവനെ ഞാൻ ഏഷ്യൻ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഏപ്രിലിൽ തന്നെ അവർ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ആണെങ്കിലും നല്ല ഒരു ടെൻഷനായിരുന്നു. മോന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ, എന്താവും, അവനക്ക് സ്കൂൾ എന്താ, ക്ലാസ് എന്താ, ടീച്ചർ എന്താ, ഒന്നും അറിയാത്ത സമയമല്ലേ ആദ്യമായിട്ട്. അപ്പം എങ്ങനെ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്, അവനക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവും, ഇതൊക്കെ വെറുതെ ആവോ, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെ പോലെ തന്നെ ഇപ്പോൾ GCCയിൽ എവിടെയുള്ള പാരൻസ് ആണെങ്കിലും അതേപോലെ നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു ചിന്ത ഉണ്ടാവും അല്ലേ? എന്താവും നിങ്ങളെ കുട്ടി നഴ്സറിയിൽ വിടാതെ LKGയിൽ വിടാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ എന്താവും എന്നുള്ള ആ ഒരു ഇത് എന്താ പറയുക, അതിന് ഒരു ആദി അല്ലേ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് കുറിച്ചുള്ള ഒരു ചിന്ത എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മോനിക്ക് വേണ്ടി ശ്രദ്ധിച്ചത്. എനിക്കിപ്പം 2 മാസമല്ല അവൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവനക്ക് എത്രത്തോളം ക്ലാസ് എഫക്റ്റീവ് ആയിട്ടുണ്ട്, അവരെടുക്കുന്ന രീതി എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇപ്പം എല്ലാവർക്കും ABCDയും നമ്പേഴ്സും ഒക്കെ അറിയാം. പക്ഷേ നമുക്ക് പഠിപ്പിക്കാനുള്ള രീതിയും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോ അമ്മമാരും എന്താവണം, കുറച്ചൊക്കെ ഒന്ന് ടീച്ചിങ് ടിപ്സ് കുറച്ച് നമ്മുടെ കയ്യിലും ഉണ്ടായിരിക്കണം. അപ്പം നമ്മളെ കുട്ടിയോ വീട്ടിലിരുന്ന് തന്നെ നല്ല ഭംഗിയായി പഠിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്ന പോയിന്റ് ഒരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടൈം ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് രാവിലെ ഉച്ചക്കോ വൈകിട്ടോ അങ്ങനെ നിങ്ങളെ സൗകര്യത്തിന് നിങ്ങളെ കുട്ടിയുടെ ചിലപ്പം ജോലി ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും, അവർക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ടൈം ഫിക്സ് ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് ഫസ്റ്റ് 3 ഡേയ്സ് ഒരു 20 മിനിറ്റ്സ് കുട്ടീനെ ഇരുത്താൻ ശ്രമിക്കുക. അടുത്ത 3 ഡേയ്സ് അത് കൂട്ടി ഒരു 30 മിനിറ്റ്സ്, പിന്നെ അങ്ങോട്ട് 40 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസത്തിൽ കുട്ടീനെ നിർബന്ധമായിട്ടും ഇരുത്തിയിരിക്കാം. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം തന്നെ ഇരുത്തിയിട്ട് നമ്മൾ കുറേ മണിക്കൂറുകളോളം ഇരുത്തിയാൽ പിന്നെ നിങ്ങളെ കുട്ടി ആ ഭാഗത്തേക്ക് വരില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു ഫസ്റ്റ് ടൈമേ നിങ്ങൾ വിളിച്ചിങ്ങാട്ട് നിങ്ങൾ പറയാം നമുക്ക് അത് പഠിക്കാം ഇത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങാട്ട് അങ്ങനെ ഇരുത്തുകയാണെങ്കിൽ ഇത് റെഡി ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അവരെ ഇരുത്തേണ്ടത് മാക്സിമം പോയാൽ 20 മിനിറ്റ്സ്. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം, അതായത് കുട്ടീനെ കുളിപ്പിച്ച് ഡ്രസ്സ് അയച്ച് അതേപോലെ അവർക്ക് വയറ് നിറയെ ഫുഡ് കൊടുത്ത് അങ്ങനെയൊക്കെ ഇല്ലേ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുള്ളൂ കുട്ടീനെ. അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ ഫ്രഷ് ആക്കി അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തിട്ടൊക്കെ അവരെ ഇരുത്താം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അവർക്ക് എന്തായിരിക്കും, നല്ലൊരു എനർജി ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ ഫുഡൊന്നും കൊടുക്കാതെ അവർ ഏതെങ്കിലും ഒരു നേരത്ത് ഇങ്ങനെ പിടിച്ച് അവർ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിലോ അതും അവർക്ക് പഠിക്കാനുള്ള ഒരു മടുപ്പ് വരുത്തും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. കുട്ടികളെ ഫ്രഷ് ആക്കി ഫുഡൊക്കെ വയറ് നിറയെ കൊടുത്തിട്ട് തന്നെ പഠിക്കാനിരുത്താം. ഓക്കെ, മൂന്നാമതായി നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാനിരുത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ഓറലായിട്ടുള്ള കാര്യങ്ങൾ കുട്ടീനെ പഠിപ്പിക്കാം. ഓക്കെ, ആദ്യം തന്നെ പെൻസിലും ബുക്കും ഒക്കെ എടുത്ത് എഴുതി തുടങ്ങാതെ എന്തെങ്കിലും സ്റ്റോറീസ് പറഞ്ഞിട്ടോ എന്തെങ്കിലും മോറൽ സ്റ്റോറീസ് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ലെറ്റേഴ്സും നമ്പേഴ്സും ആണെന്നുണ്ടെങ്കിൽ നമ്പർ കൗണ്ട് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടും പറയാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഓറലായിട്ടുള്ള കാര്യങ്ങൾ അവരെ പ്രാക്ടീസ് ചെയ്യിക്കാം. A to Z വരെ ഇങ്ങനെ പാടിക്കുക. ഇപ്പം പല കുട്ടികൾക്കും സ്കൂളിൽ പോയി തുടങ്ങുന്ന മുന്നേ ഒരു 3 വയസ്സിൽ തന്നെ A to Z വരെയൊക്കെ ചൊല്ലാൻ അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് വീണ്ടും ഒന്ന് ചൊല്ലിച്ചിട്ടും അങ്ങനെയൊക്കെ അവരെ കൊണ്ട് മാക്സിമം ഓറലായിട്ടുള്ള കാര്യങ്ങൾ പറയിക്കും.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓറലായിട്ടുള്ളത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നല്ല വീഡിയോസ് ഉണ്ട്. ABCD ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ നല്ല നല്ല വീഡിയോസ് കാണാം യൂട്യൂബിൽ. അതൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടാവുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതൊക്കെ കണ്ടിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്തും അതൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. TV-യിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസിലോ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് അവർക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കണ്ട് അവർ അതിലൂടെ അവർ കളിച്ചുകൊണ്ട് അത് പഠിച്ചോളും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ആൽഫബറ്റ് ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ ഇപ്പം മോനിക്ക് A to Z വരെ ഇങ്ങനെ ചൊല്ലാൻ അറിയായിരുന്നു. അതല്ലാതെ A കണ്ടാൽ സ്പെസിഫിക് ആയിട്ട് A ആണ്, B കണ്ട B ആണ്, അങ്ങനെ പറയാൻ അറിയില്ലായിരുന്നു. അത് ഞാൻ എങ്ങനെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അവനക്ക് വേണ്ടിയിട്ട് ഒരു ആൽഫബറ്റ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി. ഓക്കെ. ആൽഫബറ്റ് ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ്. നിങ്ങൾ വീട്ടിൽ തന്നെയുള്ള വല്ല കാർബോർഡോ അതല്ലെങ്കിൽ CD-യോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പഴയ CD അതിന് ബാക്കിൽ പേപ്പർ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഒരു ആൽഫബറ്റ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ. ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൽഫബറ്റ് ഫ്ലാഷ് കാർഡൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. ഞാൻ അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്രയും ഇതായി തോന്നി. എന്താ വെച്ചാൽ മോനിക്ക് അങ്ങനെ ABCD അതൊന്നും അറിയില്ലായിരുന്നു. ഫ്ലാഷ് കാർഡ് കൊടുത്തതിന് ശേഷം ആള് ഏതാ B ഏതാ C ഏതാ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഫ്ലാഷ് കാർഡിൽ ഇങ്ങനെ പിക്ചേഴ്സും ഉണ്ടാവല്ലോ, ലെറ്ററിന് കൂടെ തന്നെ പിക്ചേഴ്സ്. അപ്പോൾ കുട്ടികൾ അവൻ എന്ത് ചെയ്ത് വേഗം ആ പിക്ചർ നോക്കിയിട്ട് അവന് ലെറ്റർ ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ റാബിറ്റിനെ കാണുമ്പോൾ റാബിറ്റ് ലെറ്റർ R അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് വേഗം പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കി എഴുതാനല്ല, അവന് വായിക്കാൻ ഇപ്പോൾ ഓരോ ലെറ്റർ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഫസ്റ്റായിട്ട് ബേസിക്കായിട്ട് നിങ്ങൾ ഓറൽ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അവരെ എഴുതിച്ചു തുടങ്ങാം. ഓക്കെ. എഴുതിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന രീതി ശരിയാണോ എന്നാണ്. ഓക്കെ. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഞാൻ ഇപ്പോൾ KG സെഷനിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഏഷ്യൻ സ്കൂളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഒക്കെ നമ്മൾ KG സെഷനിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ നോക്കും. അവർ പെൻസിൽ ഹോൾഡ് ചെയ്ത് തെറ്റാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതെങ്ങനെ പെൻസിൽ ശരിക്കും പിടിക്കണം. അപ്പോൾ അത് നിങ്ങൾ പാരൻസ് അത്ര ബോധേഡായ കാര്യമായിരിക്കില്ല. കുട്ടി അത് സ്കൂളിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. പിന്നെ അത് അവരെങ്ങനെ ശരിയാവും. അപ്പോൾ വീട്ടിൽ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ഇവർ ഈ പെൻസിൽ പിടിക്കുന്നത് ശരിയല്ലെങ്കിൽ അവർക്ക് തന്നെ എഴുത്തിനോട് ഒരു മടുപ്പുണ്ടാക്കും. ഓക്കെ. അപ്പം പെൻസിൽ പിടിക്കേണ്ട രീതി ഞാൻ ഇവിടെ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. വലിയ സയൻറ്റിഫിക് വേ ഒന്നല്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കറിയുന്നത് പറയും. ഓക്കെ. പെൻസിൽ പിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൂന്ന് വിരലിലാണ് നമ്മൾ പെൻസിൽ ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ 3 വിരലിൽ പെൻസിൽ ഹോൾഡ് ചെയ്യണം. മറ്റുള്ള ഈ 2 വിരൽ നമ്മൾ മടക്കി വെക്കണം. ഓക്കെ. ഇങ്ങനെയാണ് ശരിക്കും പെൻസിൽ പിടിക്കേണ്ട രീതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെയായിട്ടാണ് പെൻസിൽ പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ച് എഴുതിയ കുട്ടിക്ക് ഒരിക്കലും എഴുത്തിനോട് മടുപ്പ് വരില്ല. അതല്ല കുട്ടി പെൻസിൽ പിടിക്കുന്നത് ഇങ്ങനെ, ചില കുട്ടികൾ പിടിക്കുന്നത് കാണാം ഇങ്ങനെ എല്ലാ വിരലും മടക്കിയിട്ട് 2 വിരലുകൊണ്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരവരെ ഇഷ്ടത്തിന് പിടിച്ച് ശീലിച്ചു പോകും. അങ്ങനെ എഴുതുന്നുണ്ടാവും. അവരെ എഴുത്ത് ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല. എഴുത്ത് നന്നായാൽ തന്നെ അവർക്ക് എഴുത്തിനോട് ഒരു മടുപ്പ്, ഒരു വല്ലാതെ സ്ട്രെസ് അവർ ഈ ഫിംഗറിനൊക്കെ വരും. അപ്പോൾ അതിനാണ് സ്മൂത്തായിട്ട് പെൻസിൽ പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഈ 3 വിരലിൽ ഹോൾഡ് ചെയ്യുക, ബാക്കി 2 വിരലിൽ മടക്കി പിടിക്കുക. ഓക്കെ. അപ്പം പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഈ പെൻസിൽ ഗ്രിപ്പ് കുട്ടികളടുത്ത് നമുക്ക് കൂട്ടണം. ഓക്കെ. അവർ എഴുതി തുടങ്ങുന്ന മുന്നേ തന്നെ അവർ പെൻസിൽ ശരിക്കും ഒന്ന് പിടിക്കാൻ പഠിക്കണം. ചിലരുണ്ടാവും ഇങ്ങനെ ലൈറ്റായി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്ന് വരച്ചു പോകുന്ന രീതി. അത് സുഖമില്ലല്ലോ. അവരെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ കുറച്ച് പണിയായിരിക്കും. ആ പെൻസിലൊന്ന് ശരിക്കും അമർത്തി പിടിച്ച് എഴുതാനും വരയ്ക്കാനും തന്നെ നമ്മൾ പഠിപ്പിക്കണം. ആദ്യം തന്നെ ആ ഒരു പെൻസിൽ ഗ്രിപ്പ് വരുത്തണം. ബുക്കും പെൻസിലും കയ്യുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് അത് ശരിയായിരിക്കണം. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നിയതാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ വല്ല ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കളർ പെൻസിൽ കൊടുത്തിട്ട് അത് ശരിക്കായിട്ട് പെൻസിൽ പിടിപ്പിച്ചിട്ട് അതിൽ കളർ അയക്കണം. ഓക്കെ. അങ്ങനെ ഒരുപാട് കളർ ചെയ്യാൻ കൊടുക്കുക.
ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങൾ കളർ ചെയ്യാൻ കൊടുക്കുക. എഴുതുന്നത് തുടങ്ങുന്ന മുന്നേ തന്നെ നിങ്ങൾ കളർ ചെയ്യാൻ കൊടുക്കുക. ഇങ്ങനെ കുറേ കളർ ചെയ്ത് അവർക്കൊരു പെൻസിൽ ഗ്രിപ്പ് വരാനുണ്ട്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ എഴുതുന്നത് എന്തായിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. അവർ നല്ല രസമായിട്ട് തന്നെ എഴുതാൻ തുടങ്ങിക്കോളും. ഓക്കെ, ഇനി ഈ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ സാഹചര്യമുള്ളവരാണെങ്കിൽ ഗൂഗിളിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഈ KG ലെവലിലൊക്കെ പറ്റുന്ന പല കളറിങ് പേജസ് ഉണ്ട് ഗൂഗിളിൽ. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവരങ്ങനെ ഇരുന്ന് കളർ ചെയ്തോളും. അത് അവർക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി അതിന് സൗകര്യമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ എന്തെങ്കിലും ചിത്രം വരച്ചു കൊടുക്കുക. ഇപ്പം ഒന്നും വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു വട്ടം വരയ്ക്കാനും അതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കാനും അങ്ങനത്തെ ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം ഒരു ചിത്രം വരച്ചു കൊടുക്കുക, അത് അവർ കളർ ചെയ്യട്ടെ 1-2 ദിവസങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഒരു 4 ലൈനിൽ എഴുതി തുടങ്ങാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പായിട്ട് 4 ലൈനിൽ എഴുതാൻ തുടങ്ങാം. 4 ലൈനിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആ 4 ലൈനിൽ റെഡ് ലൈൻ, ബ്ലൂ ലൈൻ, റെഡ് ലൈൻ. ഓക്കെ, ഈ ലൈൻസ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഐഡിയ തന്നെയാട്ടോ ഇപ്പോൾ മോനിക്കായാലും ഇതേപോലെ തന്നെയാണ് ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവൻക്ക് നല്ലൊരു ടീച്ചറെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ളത്. ടീച്ചർ നല്ല ഭംഗിയിൽ, അവന് 2 ടീച്ചേഴ്സാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഒന്ന് വനിത ടീച്ചറും ഒന്ന് സരസ്വതി ടീച്ചറും. 2 പേരും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇരുന്നു പോകുന്നുണ്ട്. ഈ റെഡ് ലൈൻ, ബ്ലൂ ലൈൻ, റെഡ് ലൈൻ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക കുട്ടിക്ക്. അതൊന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ആദ്യം തന്നെ നിങ്ങൾ ആൽഫബറ്റ് ഓരോ ലെറ്റർ A-B എന്ന് പറഞ്ഞങ്ങാട്ട് എഴുതി തുടങ്ങാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റായിട്ട് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും സ്ലാൻഡിങ് ലൈനും എഴുതാം. ഇത് എഴുതേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈൻ എഴുതുമ്പോൾ റെഡ് ലൈൻ ടു ബ്ലൂ ലൈൻ. ഓക്കെ, സ്ലീപ്പിംഗ് ലൈൻ എഴുതുമ്പോൾ ബ്ലൂ ലൈൻ ഓൺലി. ഓക്കെ, സ്ലാൻഡിങ് ലൈൻ എഴുതുമ്പോൾ ഇങ്ങനെ. അത്തരത്തിൽ നിങ്ങൾ കുട്ടിനെ ഫസ്റ്റായിട്ട് പഠിപ്പിക്കുക. ഇത് 3ഉം, ഈ സ്റ്റാൻഡിങ്ങും സ്ലീപ്പിങ്ങും സ്ലാൻഡിങ്ങും ഒരേ ദിവസം പഠിപ്പിക്കേണ്ട. അതിനും നിങ്ങൾ ആവശ്യത്തിനുള്ള ടൈം എടുക്കുക. നിങ്ങളെ കുട്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് പോകാം. ഓക്കെ, ഓരോ ദിവസം ഓരോ പേജായിട്ട് എഴുതി പഠിപ്പിക്കാം. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാൻഡിങ്ങും സ്ലീപ്പിങ്ങും വരുന്ന ലെറ്റേഴ്സ് ആദ്യം എഴുതി പഠിപ്പിക്കാം. അതായത് LTH ഇങ്ങനത്തെ ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ എന്താണ് സ്റ്റാൻഡിങ്ങും സ്ലീപ്പിംഗ് ലൈനും ഒക്കെയാണ് വരുന്നത്. ഇതിന് ശേഷം സ്ലാൻഡിങ് വരുന്നത് എഴുതി പഠിപ്പിക്കാം. അത്തരത്തിൽ പിന്നീട് മതി നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള CO അങ്ങനെയൊക്കെ കേവായിട്ടൊക്കെ വരുന്നത് പിന്നീട് പഠിപ്പിച്ചാൽ മതി. അത് അവർ പഠിച്ചോളും. ആ ഒരു ഇതിൽ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇനി നമ്പേഴ്സ് ആണെങ്കിലോ അങ്ങനെ തന്നെ എഴുതുന്നത് ഫസ്റ്റ് സ്റ്റാൻഡിങ് വരുന്ന 1 പഠിപ്പിക്കാം, പിന്നെ 7 പഠിപ്പിക്കാം, അങ്ങനെ ആയിട്ട് പോകാം. പിന്നെ 4 അത് കഴിഞ്ഞിട്ട് വരെ നിങ്ങൾ 0ലേക്കും 3ലേക്കും ഒക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡിങ്ങും സ്ലീപ്പിങ്ങും വരുമ്പോൾ അവർക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അത് പറഞ്ഞ് അവരെ പഠിപ്പിക്കാം. എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ അതിൻ്റെ എഴുതുന്ന ഫോർമേഷൻ കറക്റ്റാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അവർ എഴുതുന്നത് എങ്ങനെയെങ്കിലും ഒന്നും എഴുതാതെ അവർ എഴുതിക്കുന്നത് ഒരു 4 ലൈൻ ബുക്കിൽ തന്നെ എഴുതിക്കാം. റെഡ് ലൈൻ, ബ്ലൂ ലൈനും ഒക്കെ നോക്കി ആ ഫോർമേഷൻ കറക്റ്റായിട്ട് എഴുതിക്കുക തന്നെ ചെയ്യാം. ഓക്കെ, ഈ കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്നതിനും അവർ ചെയ്യുന്നതിനും അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർ ടീച്ചർ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതിച്ചെന്ന് വിചാരിച്ചോ, അത് എഴുതി കഴിഞ്ഞാൽ ടീച്ചർ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കും, ഒരു സ്മൈലി ഫേസ് കൊടുക്കും. അതേപോലെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ വേഗം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ ബുക്ക് എടുത്ത് വേഗം ഫ്രണ്ട്സിനൊക്കെ കാണിക്കും, ടീച്ചർ എനിക്ക് സ്റ്റാറും ഇതും തന്നു. അപ്പം ബാക്കിയുള്ളവർക്ക് എഴുതാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കണ്ടല്ലേ. അപ്പോൾ അവരും അത് സ്പീഡ് ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഇവർക്ക് ഈ ഫ്രണ്ട്സിനെ കാണിക്കാനും ഒന്നുമില്ല. ചിലപ്പോൾ ഈ ടീച്ചർ സ്റ്റാർ കിട്ടാനും ഫ്രണ്ട്സിനെ കാണിക്കാനുമാണ് പല കുട്ടികളും കാര്യമായിട്ട് എഴുതൽ തന്നെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, നിങ്ങളൊരു സ്റ്റാറും ഒരു സ്മൈലി ഫേസും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വീട്ടിൽ വേറെ മെമ്പേഴ്സ് ഉണ്ടാവില്ലേ അവരുടെ അടുത്തേക്കൊക്കെ കുട്ടീനെ ബുക്കും കൊണ്ട് വിടാം, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയും. അപ്പോൾ കുട്ടിക്ക് എന്താവും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടി അങ്ങനെ തുടർന്നും പഠിച്ചോളും. അപ്പം
ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നതും അതേപോലെ ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ പാരൻസ് ഫോളോ ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓൺലൈൻ ക്ലാസ് നല്ല എഫക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ക്ലാസ്സിൽ അതേപോലെ നല്ല ആക്റ്റീവാണ്. ശരിക്കും ഒരു ആക്ച്വൽ ക്ലാസ് റൂം അല്ലെങ്കിൽ പോലും ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത്രയും ഉണ്ട്. ടീച്ചർ എല്ലാ കുട്ടീൻ്റെ വർക്കും ഒരേ സമയത്ത് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാണെങ്കിൽ ആ ടൈമിൽ തന്നെ അവർ എഴുതി കഴിഞ്ഞിട്ട് സ്ക്രീനിൽ നമ്മൾ ചെയ്ത വർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേ ദിവസം തന്നെ നമ്മൾ മെയിലായിട്ട് ടീച്ചേഴ്സിനെ മെയിൽ ചെയ്യുകയും ചെയ്യും. അവരുടെ വർക്ക് നോട്ട്ബുക്കിലെ വർക്കാണെങ്കിലും അതൊക്കെ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും, മെയിൽ ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ ഒന്ന് വർക്ക്ഷീറ്റ്സ് ആണ്, കളറിങ് ആയിട്ട്. അതല്ലാതെ പല വർക്ക്ഷീറ്റ്സും അവർ സ്കൂളിൽ നിന്നും സെൻഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ മെയിലിലേക്ക് അന്നന്ന് തന്നെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നിരുന്നാലും ഓൺലൈൻ ടീച്ചിങ്, ഓൺലൈൻ ക്ലാസ് റൂം എഫക്റ്റീവാണ്. ശരിക്കും നമ്മുടെ ആക്ച്വൽ സ്കൂൾ ക്ലാസ് റൂമിൻ്റെ അത്ര തന്നെ വരില്ലെങ്കിലും അവരെ പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന അത്ര തന്നെ വരില്ലെങ്കിലും ഇത് എഫക്റ്റീവായ രീതി തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കൊച്ചു ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങളെ കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.